ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? കോളിഫ്ലവർ തോരനാട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ കുക്കിംഗ് വീഡിയോ കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഗോവ ട്രിപ്പായിട്ടും നമ്മുടെ ബാംഗ്ലൂരത്തെ ഗ്രൗണ്ട് നട്ട് ഫെസ്റ്റിവലൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കോളിഫ്ലവർ തോരൻ വെച്ചപ്പോഴേ ഒന്ന് യൂട്യൂബിലിടണം, നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണം തോന്നി. അപ്പം ഇന്ന് അത് സ്പെഷ്യലാക്കി കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ചെറിയൊരു കോളിഫ്ലവറാണ് ഞാൻ എടുത്തത്. ഞങ്ങളിവിടെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ചെറുത് മതിയല്ലോ. അപ്പോൾ അത് കാരണം ചെറുത് വാങ്ങിച്ചേട്ടോ. ഇത് തോരൻ വയ്ക്കാൻ വളരെ ഈസിയാണേ. ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതായത് ഇതിൽ പുഴുവൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി വേണം നമ്മളിത് ചോപ്പറിലിട്ടെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പുഴുവിനെയും കൂടെ ചോപ്പറിൽ അടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോഴേ നല്ലപോലെ നോക്കി എല്ലായിടവും കാണുന്ന പോലത്തെ ഒരു കോളിഫ്ലവറാണ് എടുത്തത്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നത് വൃത്തിയാക്കി ഞാനിത് ചോപ്പറിൽ ചോപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് വാഷ് ചെയ്ത്. എല്ലാവരും ഇങ്ങനെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വാഷ് ചെയ്യും, കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴുവിനെയൊക്കെ ഇറക്കി കൊണ്ടുവരാനും നല്ലപോലെ വൃത്തിയാവാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വെള്ളത്തിലിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ നനവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കാരണം ഞാൻ നേരെ ചോപ്പറിലേക്ക് അടിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വാഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ മുറിച്ചിടുമ്പോൾ തന്നെ നല്ലപോലെ ശ്രദ്ധിച്ചു, ജന്തുക്കളൊന്നും ഇല്ലയെന്ന് തീരുമാനം ഉറപ്പിച്ചാണ് ഞാനിത് ചോപ്പറിലേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് എൻ്റെ കോളിഫ്ലവറൊക്കെ വൃത്തിയാക്കി വെച്ചത് ചോപ്പറിലേക്ക് ഇടുവാണേ. കുറച്ചേ ഉള്ളൂ, അത് കാരണം ഒറ്റ പ്രാവശ്യം ചോപ്പറിലിട്ട് അടിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നൈസായിട്ട് എടുക്കുന്നില്ല, എന്നാലും ഒരുവിധം ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒരു രീതിയിൽ ഞാനിതാ ചോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയാണ് എൻ്റെ ചോപ്പ് ചെയ്ത കോളിഫ്ലവർ ഉള്ളത്. ഒന്ന് കണ്ടു നോക്കൂ, കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വാഷ് ചെയ്തിടും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇതിങ്ങനെ വെച്ചു കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. എന്നിട്ടാണിത് ഡ്രെയിൻ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഞാൻ വൃത്തിയാക്കി എടുക്കട്ടെ. ഇനി ഡ്രെയിൻ ചെയ്ത് വെക്കണം. നമ്മൾ ചട്ടിയിലേക്ക് ഇടുന്നതിന് മുന്നേ നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ തോരനിൽ ഒരുപാട് വെള്ളമായി പോവും. അപ്പോൾ ഞാനിതൊന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഇനി അപ്പോൾ ഇതാ ഞാൻ കോളിഫ്ലവറൊക്കെ ഇതാ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാ താളിക്കുന്ന പോലെയാണ്, പക്ഷേ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് 2 സംഭവങ്ങൾ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകവും ഒരു പിഞ്ച് പെരുംജീരകവും. ഇതാണ് സ്പെഷ്യലായിട്ട് ഈ വറവിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ കടുകും ജീരകവും ഒക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കോളിഫ്ലവർ കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് ഇത്രയും കോളിഫ്ലവറേ ഉള്ളൂ കേട്ടോ. ഇത് 2 പേർക്ക് തന്നെ ധാരാളമാണ്. ഇതിലേക്ക് ഇനി നാളികേരം ചിരവിയത് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് തോരനുള്ള പോലെ തോന്നുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് കുക്കാവും കേട്ടോ ഇത്, കാരണം ഒരുപാട് നൈസായിട്ട് അരിഞ്ഞ കാരണം പെട്ടെന്ന് തന്നെ കുക്കായി പോവും. അപ്പോൾ ആരും ഇത് ഇട്ടിട്ട് എവിടെയും പോകരുത്, കരിഞ്ഞു പോവും, അടി പിടിക്കുകയൊക്കെ ചെയ്യുകയെ. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇതിലേക്ക് ഇനി ആവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടിയിലിട്ട് വാഷ് ചെയ്ത് കാരണമാണ് ഇതിനൊരു യെല്ലോ കളർ ഉള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള സാൾട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ നാളികേരം 1/2 കപ്പ് നാളികേരമാട്ടോ എടുത്തിരിക്കുന്നത്. കാരണം കോളിഫ്ലവർ കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഒരുപാട് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അരയണ്ട, നമ്മളൊന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. ഈ പച്ചമുളകും ഗാർലിക്കും ഒന്ന് നല്ലപോലെ ചതയണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ എൻ്റെ അടച്ചു വെച്ച കോളിഫ്ലവർ കണ്ടില്ലേ, കുക്കായിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് നേരമൊന്നും ഇടേണ്ട ആവശ്യമില്ല, 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ചതച്ച് വെച്ച എൻ്റെ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നാളികേരം നല്ലപോലെ ചൂടായി വരണം, ഇല്ലെങ്കിൽ നമ്മുടെ തോരൻ പെട്ടെന്ന് കേടുവന്നു പോകും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ചൂടാക്കി നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കി, ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഇനി ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോളിഫ്ലവർ കിട്ടുമ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ ചെയ്യുന്നത് ഞാനങ്ങനെ കണ്ടിട്ടില്ല, കുറവാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ പെരിഞ്ചീരകമൊക്കെ ഇട്ട കാരണം നമുക്ക് ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ഒരു കോളിഫ്ലവറിന് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.